ഹായ് ഡിയേഴ്സ്, ഞാൻ ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ മാത്രം എൻ്റെ വീട്ടിലേക്ക് വരുന്നൊരു പൂച്ചയാണിത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂച്ച ഞങ്ങൾ വളർത്തുന്നതല്ല, പക്ഷേ ഞാൻ ഇവിടെ എത്തിയെന്നറിഞ്ഞാൽ ഉടനെ ഇവിടെ എത്തിയിരിക്കും. അതാണ് ഈ പൂച്ചയുടെ സവിശേഷത. പൂച്ചയൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന സമയത്താണ് മഴ പെയ്തത്. നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. ഞാൻ മഴ കുറഞ്ഞ ശേഷമാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. എങ്കിലും മഴ പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല. മഴയൊക്കെ അങ്ങനെ ആസ്വദിച്ച് നിന്നപ്പോഴേ എനിക്ക് തോന്നി എൻ്റെ കുറച്ച് ബുക്സുകളൊക്കെ വീട്ടിലിരിപ്പുണ്ട്. അതായത് ആ ബുക്സുകളൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഹോസ്റ്റലിലും ബുക്സുകൾ ഇരിപ്പുണ്ട്, വീട്ടിലുമുണ്ട്. ഈ പേപ്പർ ഇട്ട് പൊതിഞ്ഞേക്കുന്ന ബുക്സുകളൊക്കെ ചെതലരിച്ചതായിരുന്നേ. വീട്ടിൽ വെച്ചിട്ട് പോയിട്ട് ചെതലരിച്ച ബാക്കി ബുക്സുകളൊക്കെ ഈ അടുത്തിടയ്ക്ക് വാങ്ങിച്ചതും പിന്നെ കൂട്ടുകാരി എനിക്കന്ന് ബുക്സൊക്കെ ഉണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എൻ്റെ ഡയറികളാണ്. ഞാൻ എഴുതി തുടങ്ങിയ ഡയറികളെ, അതുപോലെ തന്നെ NCERT ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ NCERT കുട്ടികൾക്ക് പുസ്തകമാണിത്. ഇതാണ് എൻ്റെ കൂട്ടുകാരി. അവൾ വായിച്ചു കഴിഞ്ഞ ബുക്കാണ്. പക്ഷെ അവൾ ഈ ബുക്കൊരു ഇതൊരു ബാധ്യതയായെന്ന് തോന്നുന്നു. അവളിത് കത്തിക്കാനിരുന്നപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ബുക്കുകളോട് പ്രേമമായതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ആ ബുക്ക് തരാമെന്ന് പറഞ്ഞു അവളുടെ നിന്ന് വാങ്ങിച്ചു വെച്ച ബുക്കാണ് ഇത്. പിന്നെ എൻ്റെ ചെതലരിച്ച ബുക്കുകളിലൊന്നാണ്. ഞാൻ ബുക്സിൻ്റെ പേരിവിടെ എഴുതിയിട്ടുണ്ട്. ശരിക്കും എനിക്ക് ഇപ്പം ഇത്രയെങ്കിലും ധൈര്യത്തോടെ എനിക്ക് പറയാൻ കഴിയുന്നുണ്ട് ഈ ബുക്കിനെ പറ്റി. കാരണം നേരത്തെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബുക്ക് കാണുമ്പോഴേ എൻ്റെ ധൈര്യം ചോർന്നു പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെതലരിച്ചു. എനിക്ക് അന്നേരം മുതൽ എന്തോ ഭയങ്കര വിഷമവും, എനിക്ക് എന്തോ ഞാൻ ഈ ബുക്ക് ഇവിടെ വെച്ചിട്ട് പോയല്ലോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര പശ്ചാത്താപവും ദേഷ്യവും എന്തോന്നും എനിക്കറിയത്തില്ല. എല്ലാം എൻ്റെ മുന്നോട്ട് കടന്നു വന്നു. അതുകൊണ്ട് ഇത് കണ്ടതെല്ലാം ചെതലരിച്ചു കേട്ടോ. ശരിക്കും വീട്ടിൽ ഷെൽഫൊന്നുമില്ല കേട്ടോ. വീട് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നമ്മളതൊന്നും ഇപ്പോഴും വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈർപ്പനടിക്കുന്ന സ്ഥലത്തായിരുന്നു ബുക്ക് ഇരുന്നത്. അതുകൊണ്ട് ചെതലരിച്ചു. എന്തോ ഒരു ഭാഗ്യത്തിന് വായിക്കാൻ പറ്റുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ ഈ ബുക്ക് വലിയ കുഴപ്പം പറ്റാത്തത്. വായിക്കാൻ പറ്റുമെന്നുള്ളത്. സത്യം പറഞ്ഞ് ഈ ബുക്ക് കാണുമ്പോഴേ വിഷമം. ഞാനതുകൊണ്ട് പേപ്പർ വെച്ച് പൊതിഞ്ഞ് വെച്ചേക്കും. അത് ആ ഒരു ഭാഗം അങ്ങനെ കാണണ്ടെന്ന് കരുതി. ഇനിയിപ്പോൾ ഞാൻ അടുത്ത ബുക്ക് കാണിച്ചു തരാവേ. ഇത് OV വിജയൻ്റെ ബുക്കാണ്. ഈ ഒരു ബുക്ക് കുറച്ച് ഏറെ നാളായി വാങ്ങിച്ചിട്ട്. അതുകൊണ്ട് ഇതിന് അതിൻ്റേതായ കാലപ്പഴക്കവും ഉണ്ട്. പക്ഷേ ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ. വലിയ കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ വായിക്കും. ഒരു കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. ശരിക്കും എൻ്റെ ബുക്കുകളൊന്നും ഇങ്ങനെ അല്ല. പക്ഷേ എനിക്ക് വീട്ടിലിരിക്കുന്ന ബുക്കുകൾ അങ്ങനെ ഇരിക്കുന്ന ബുക്കുകളല്ല. ഇത് പിന്നെ നിസാർ ഇൽത്തുമിഷിൻ്റെ 2 ബുക്കുകൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ 2 ബുക്കുകളും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ, ഇതും പൊതിഞ്ഞ് വെച്ചേക്കുമായിരുന്നു കേട്ടോ. ഇത് ഒട്ടും കുഴപ്പമില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ബുക്കുകളൊക്കെ നടുക്കിരുന്ന ബുക്കുകളാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്തത്. അപ്പോൾ ഇനി ഈ എഴുത്തുകാരൻ്റെ തന്നെ അടുത്തൊരു ബുക്കും കൂടെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഈ ബുക്കും നല്ല ബുക്കാണ്, കുഴപ്പമൊന്നുമില്ല. ഇനി അദ്ദേഹത്തിൻ്റെ അടുത്ത ബുക്ക് നമുക്ക് കാണാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ബുക്ക്. നിസാർ ഇൽത്തുമിഷിൻ്റെ തന്നെ അടുത്ത ബുക്കാണ് ഇത് ഒട്ടും കുഴപ്പമില്ല. ഇതും നടുക്കിരുന്ന ബുക്കാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും അടിയിലിരുന്ന ബുക്കുകളാണ് കേടുപാടുകൾ സംഭവിച്ചത്. പക്ഷേ ഇതും കുഴപ്പമില്ല, നല്ല ബുക്കാണ്. നല്ല വായിച്ച പോലെ തന്നെ ഇരിപ്പുണ്ട്, ഒരു കുഴപ്പമില്ലാതെ ഇരിപ്പുണ്ട്. ഞാനിതൊക്കെ വായിച്ച് തീർത്ത ബുക്കുകളാണ്. വാങ്ങിച്ച എല്ലാ ബുക്കുകളും വായിച്ച് തീർത്ത. ഇനി വായിക്കാനുള്ള ബുക്കുകൾ വാങ്ങിക്കണം. ഇതും കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ബുക്ക് എടുക്കാം. അടുത്ത ബുക്ക് ഇത് ഒരിക്കൽ എന്നും പറഞ്ഞ് ബുക്ക് അറിയാമല്ലോ, മോഹൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ. ഇത് ശരിക്കും പറഞ്ഞ് ഞാൻ ഒരു DC ബുക്സിൻ്റെ ഒരു ബുക്ക് മേള അടൂർ നടന്ന സമയത്ത് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതും ചിതലരിച്ചു. പക്ഷേ വലിയ ഡാമേജൊന്നും പറ്റിയിട്ടില്ല. എങ്കിലും എനിക്കതൊരു വലിയ വിഷമമായിപ്പോയി. ഇനി ഇതിൻ്റെയും പുതിയൊരു കോപ്പി വാങ്ങിക്കണമെന്നും പറഞ്ഞിരിക്കുകയാണ്. കണ്ടോ, ഈ സൈഡൊക്കെ കണ്ടോ, നല്ല ഡാമേജ് പറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ റാം കെയർ ഓഫ് ആനന്ദിയിൽ അത്രയില്ല. ഇത് എൻ്റെ ഡയറിയാണ്. ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഡയറി എഴുതുന്നത്. പക്ഷേ 2024 മുതലുള്ള ഡയറി കാണിക്കുന്നുള്ളൂ, എല്ലാം കാണിക്കാൻ സമയമില്ല. ഇത് 2024 ഒരു കൊച്ചു ഡയറി ആയിരുന്നു കേട്ടോ. 2025 ഞാൻ ഡയറി വാങ്ങിച്ചു. പക്ഷേ അത് ഒരു ഭാഗം തീ പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ 2ാമത്തെ പാർട്ട് ഒരു ബുക്കാണ് എടുത്തത്. അതിനകത്ത് ഒരു ജേണൽ പോലെ എഴുതി തുടങ്ങി. അതിനകത്ത് പേഴ്സണൽ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അതുപോലെ ഞാൻ വാങ്ങിച്ച സാധനങ്ങളുടെ ലിസ്റ്റും ടിക്കറ്റ് അതൊക്കെ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണിച്ചു തരാം.
പേഴ്സണൽ കാര്യങ്ങൾ കാണിക്കാൻ പറ്റത്തില്ലേ, ഒട്ടിച്ചതൊക്കെ ഒന്ന് കാണിച്ചു തരാം. തുറക്കട്ടെ. അതുകൊണ്ട് ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, മൈ ജേണൽ ബുക്ക് 2025 എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ടോ, ഇതൊക്കെ ഞാൻ വാങ്ങിച്ച സാധനത്തിൻ്റെ ബില്ലും. ഇത് ഫുള്ളും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഞാൻ ഒന്നോ രണ്ടോ കാണിക്കുന്നുണ്ട്, എല്ലാം കൂടെ ഒന്നും കാണിക്കാൻ സമയമില്ല. ഇനി സമയം കിട്ടുമ്പം കാണിച്ചു തരാം. അങ്ങനെ ഇതും അങ്ങനെ ഏകദേശം ഇത് ഞാൻ ബ്ലൂടൂത്ത് വാങ്ങിച്ച സമയത്ത് അതിൻ്റെ പിക്ചർ എടുത്ത് ഒട്ടിച്ചതാണ്. ഇതിൽ കിട്ടിയ ഇതാണ് ജേണൽ ബുക്ക്. ഇനി ഇത് 2026 ഡയറിയാണ്. ഞാൻ ഡയറി എല്ലാ വർഷവും എഴുതാറുള്ള ഒരാളാണ്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ മിനി ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.